1, 2, 3 സ്റ്റാർട്ട്. ഇത്ര ഹൈപ്പൊന്നും വേണ്ട അതിന്റെ പടം ഇവിടെ. പടോ സിനിമ കാണാൻ പോണ. ഹലോ ഗൈസ്, ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ. അപ്പൊ സിനിമയുടെ പേര് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയാം, പാട്രിയോട്ട്. ടീസറാണ്. അപ്പൊ മഹേഷ് നാരായണന്റെ മൂവിയാണ്. മഹേഷ് നാരായണൻ മൂവി, മോഹൻലാൽ, മമ്മൂട്ടി, കോംബോ ആൻഡ്രൂ ജോസഫ് ഫിലിം കമ്പനിയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടുപോകാം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. മലയാളം സിനിമയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. They are going to bring social support to people. മൊത്തം 3 പേരുണ്ട്. സാറിന് എന്താക്കാൻ കഴിയും? Daniel, let's go. Student laptop scheme laying program. Is that similar to Periscope? The program I was secretly watching. എവിടെ കൊണ്ടുണ്ട് ദർശനം? Or we'll do this film the Omega Nation again. Last. വിഷയം Willing to complete the sentence. Great Indian fighter or patriot? പേട്രിയോട്ട്. ഇതെന്താണ് ചെയ്തു വച്ചേക്കുന്നത്? എന്താണിത്? അപ്പൊ ലോക ഒരു വൻ അടിപൊളി ബമ്പർ ഹിറ്റ് അടിച്ച ഒരു മൂവി ആയിരുന്നു. അപ്പോൾ ലോകന് ഇപ്പൊ ചാപ്റ്റർ 2 ഇറങ്ങാണ്ട്. അപ്പൊ ഈ പേട്രിയറ്റ് ഇതിന്റെ ആ ഒരു സ്വാഭാവികമായിട്ടും ലാലേട്ടന്റെയും മമ്മൂക്കാന്റെയും കോംബോ എന്ന് പറയുമ്പോൾ ഹരികൃഷ്ണൻസ് അതൊരു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഞാനൊക്കെ അന്ന് ഉണ്ടോ ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഹരികൃഷ്ണൻസ് മൂവി നല്ല മൂവിയാണ്. അപ്പോൾ പിന്നെ 2020 അങ്ങനെ ഇവര് ഒരുമിച്ച് അഭിനയിച്ച അല്ല, ഇവരുടെ കോംബോ മൂവീസാണ് ഞാൻ പറഞ്ഞത്. ഇത് അതില് ഫൈറ്റിംഗ് സീൻ, പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ഉണ്ട്, പിന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക നല്ല ക്യാരക്ടർ ചെയ്യുന്ന താരങ്ങളുണ്ട്. ചാക്കോച്ചനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവിയാണെന്നാണ് തോന്നുന്നത്. വലിയൊരു ബിഗ് കോംബോ. എന്തായാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമാവും. ഇപ്പം ലാലേട്ടൻ്റെ മമ്മൂക്കാൻ്റെ ആ ഒരു കോംബോ, ഇപ്പം മമ്മൂക്കായ്ക്ക് ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം സെറ്റായി ആള് ഒന്ന് തിരിച്ച് ആ ഒരു ഫിലിം ഇതിലോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ കോംബോയിൽ തന്നെയുള്ള ഒരു പടം കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഒരു ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. തന്നെ ഇതിന്റെ ട്രെയിലർ എന്തായാലും ഇറങ്ങും. ആദ്യം അങ്ങനെയാണല്ലോ, ആദ്യം ടീച്ചർ ഇറങ്ങുന്നു, ദെൻ ട്രെയിലർ ഇറങ്ങും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിലെ ഫൈറ്റിംഗ് സീന്. പിന്നെ മൊത്തത്തിൽ ഒരു ഇടയ്ക്ക് നമ്മൾ ലോകയുടെ ഒരു ട്രെയിലറിൽ പറഞ്ഞ കണക്ക് തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അവരിപ്പോൾ എന്താ പറയുക, ഒരു ഹോളിവുഡ് റേഞ്ചിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. മലയാള സിനിമ മാറി. അപ്പൊ എന്തായാലും ഇടയ്ക്ക് നമ്മള് പറഞ്ഞല്ലേ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ആദ്യം നമ്മള് മലയാളികൾ നല്ല വീഡിയോ ചെയ്തിട്ട് മറ്റുള്ളവരെ റിവ്യൂ, നല്ല സിനിമകൾ ചെയ്തിട്ട് മറ്റുള്ളവരെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ എല്ലാ മൂവീസും വമ്പൻ മൂവീസും ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ആഗ്രഹം പറഞ്ഞതാണ്. പക്ഷെ അതിനുശേഷം വരുന്ന അത് പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് വന്ന ലോകയാണ്. ലോക ഇടിവെട്ട് സാധനം വരുന്നത്. അടുത്ത ലോക നമ്മൾ പോയി കണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം മോനെയും കൊണ്ട്
മോന് സാധാരണ കൊച്ചുങ്ങളൊക്കെ തിയേറ്ററിലൊക്കെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. നമ്മൾ തന്നെയും മുമ്പൊക്കെ തിയേറ്ററിലൊക്കെ പോകുമ്പോ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബഹളമൊക്കെ വയ്ക്കുന്നതാണ്. മോൻ ഫുള്ളിരുന്ന് കാണുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കണ്ണ് ഇതാക്കിയിട്ട് കാണാതിരിയുടെ കിടന്ന് ഉറങ്ങട എന്നൊക്കെ പറയുമ്പോഴും ആള് ഫുള്ളിരുന്ന് ലോകയൊക്കെ കണ്ട്. അപ്പം ഇനിയിപ്പം കാന്താര റിലീസ് ആയിട്ടുണ്ട്. കാന്താര ഞായറാഴ്ചത്തേക്ക് ബുക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ലോകം നമ്മൾ കാണാൻ പോയി. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് പോഷൻ നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. അപ്പൊ കാന്താരെങ്കിലും നമുക്ക് തുടക്കം തൊട്ടേ കാണണം എന്നതുകൊണ്ട് അപ്പൊ കാന്താര കണ്ടിട്ട് കാന്താരയുടെ റിവ്യൂ വീഡിയോ ഇടുന്നതാണ്. എനിവേ ബിഗ് മൂവി. എന്തായാലും തമിഴ് ഇൻഡസ്ട്രിയിൽ ഇപ്പോ കൂലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ട്രെയിലറൊക്കെ ഭയങ്കര ഒരു പുകയായിരുന്നു. അതെ, സത്യത്തില് തമിഴിൽ കൂലി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അതിലാണെന്ന് ഒന്ന് പറഞ്ഞത്. എല്ലാ മറ്റുള്ള ഇൻഡസ്ട്രിയൊക്കെ കയറി പോകുന്നു, മലയാളികൾ ഇങ്ങനെ കീറി മുറിച്ച് ഇരിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ തിരിച്ചായി, തമിഴ് ബാക്കിലോട്ട് പോകുന്നു, മലയാളം കയറി പോകുന്നു. പക്ഷെ കൂലി അതിന്റെ ട്രെയിലർ വന്നപ്പോ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വേറെ ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട്. പക്ഷെ നമ്മുടെ മലയാളം ഫിലിം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റ് ആയിട്ട് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകയിലായിട്ട് കൂലിയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോ നമ്മളും കുറച്ച് ഓവറായിരുന്നു, ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നമ്മളിരുന്ന്. അപ്പൊ ഇപ്പൊ ഈ ഒരു ഇത് വന്നെയാണെങ്കിലും ശരി, നമ്മുടെ മലയാളത്തിലൊക്കെ എന്തോരം നല്ല 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 നടന്മാരുണ്ടെന്നാണ് അല്ലേ. മ്യൂസിക് സൈഡ് സുഷിൻ ശ്യാം ആണ് ചെയ്തേക്കുന്നത്. സുഷിൻ ശ്യാം അറിയാലോ, ഇനിയിപ്പോ വരുന്ന തലമുറയില് ഒരു ടെക്നിക്കൽ സൈഡ് മ്യൂസിക്, അതായത് ടെക്നോളജി മാത്രം ഉപയോഗിച്ച് കൂടുതലും ഈ ക്ലാസിക്കൽ ടച്ചൊക്കെ വിട്ടിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ് സുഷിൻ. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ ബാൻഡിൽ നിന്നൊക്കെ വന്നത് കൊണ്ട് തന്നെ ആ ഒരു റോക്ക് സ്റ്റൈൽ രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ ഒരു മ്യൂസിക് ഇതിനകത്ത് ചെയ്തേക്കുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു റിച്ച്നെസ്. അതായത് ഒരു ഹോളിവുഡ് മൂവി ഒരു ട്രെയിലർ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും ആ രീതിക്ക് തന്നെ അത് ട്രീറ്റ് ചെയ്ത് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ജേക്സ് ആയാലും മറ്റേ ലോകയുടെ ട്രെയിലർ മ്യൂസിക് ചെയ്തേക്കുന്ന തന്നെ അതില് മ്യൂസിക്കും ആ വിഷ്വലും കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹോളിവുഡ് മൂവി കാണുന്ന കണക്കാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതിന്റെയും പാട്രിയറ്റിന്റെയും മ്യൂസിക്കും അതിന്റെ വിഷ്വലും ഒക്കെ അടിപൊളിയല്ലേ. മോന്റെ അഭിപ്രായം പറയാം, എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ? എങ്ങനെയുണ്ടായിരുന്നു? അത് കണ്ടപ്പോ പറക്കുകയാണ് ഇവിടെ. മോനെ ലാലേട്ടനാണോ മമ്മൂക്കാനാണോ ഇഷ്ടം? നമുക്ക് കാണണ്ടേ? കാണണം. ആ കാന്താര എന്ന് കാണാൻ പോണ? കാന്താര എന്ന് കാണാൻ പോവാ? മറ്റന്നാ നമ്മള് കാന്താര കാണാൻ പോണുണ്ട്. ഓക്കെ, അപ്പോ എന്തായാലും ഇതിന്റെ ഇനിയിപ്പോ ട്രെയിലർ ഉടനെ തന്നെ ഇറങ്ങും. പിന്നെ ഒരാളുടെ പേര് നമ്മൾ പറയാൻ വിട്ടുപോയി, ആക്ട്രസ് രേവതി. എന്റെ പേരാണ് അവർക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ ആക്ട്രസ് രേവതി ഒക്കെ ഉണ്ട്. കുറെ നാൾക്ക് ശേഷം മോഹൻലാൽ രേവതി കോംബോ വരുന്നുണ്ട്, മോഹൻലാൽ മമ്മൂട്ടി കോംബോ വരുന്നുണ്ട്. അപ്പോ അതിനിടയ്ക്ക് നയൻതാര കുറെ നാൾക്ക് ശേഷം നല്ലൊരു പടം മലയാളത്തില്, നേരത്തെ ഒരു മലയാളം പടം ഇപ്പൊ ഇടയ്ക്ക് ചെയ്തിട്ട് അത് അത്ര ഇതായില്ല, നിവിൻ പോളിയായിട്ടൊക്കെ ഉള്ള ഒരു പടം. അപ്പൊ കുറച്ചുകൂടെ നല്ല ഒരു ക്യാരക്ടർ കിട്ടി. പിന്നെ ഒരു മൂവിയുടെ ഫൈനൽ ഔട്ടില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എഡിറ്റിംഗ്, DOP എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ DOP വർക്ക്സ് ആയിക്കോട്ടെ, VFX സൈഡുകള്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിഷ്വൽ എഡിറ്റിങ്, അല്ലെങ്കിൽ ക്യാമറ ആംഗിള്, കാര്യങ്ങളെല്ലാം ആ ഒരു കംപ്ലീറ്റ്ലി അതിന്റെ ആ ഒരു എടുത്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് അമേസിങ് ആണ്. അപ്പോൾ ഈ ചട്ടമ്പയും കൊണ്ട് ടാറ്റ ബൈ ബൈ, നമ്മള് പോവാണ്. ടാറ്റ.